ജയ്കോ ജുവൽസ്, പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. മൂല്യവർദ്ധനവിലും കയറ്റുമതിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കൊച്ചി റംബുട്ടാൻ കോൺക്ലേവ് കൂത്താട്ടുകുളത്ത് നടന്നു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. മൂല്യവർദ്ധനവിലും കയറ്റുമതിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കൊച്ചി റംബുട്ടാൻ കോൺക്ലേവ് കൂത്താട്ടുകുളത്ത് നടന്നു. റംബുട്ടാൻ മേഖലയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി കർഷകർ, ശാസ്ത്രജ്ഞർ, കയറ്റുമതിക്കാർ, നയരൂപകർത്താക്കൾ എന്നിവരെ ഒന്നിപ്പിച്ച് റംബുട്ടാൻ ആൻഡ് മാംഗോസ്റ്റീൻ ഫാർമേഴ്സ് അസോസിയേഷനാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. ഏതാനും വർഷങ്ങളായി റംബുട്ടാൻ കൃഷി നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലുണ്ട്. അതിന് കൂടുതൽ വ്യാപകമായ നിലയിൽ കാണാൻ കഴിയുന്നുണ്ട്. റബ്ബറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് റംബുട്ടാൻ കൃഷിയിലേക്ക് കടന്നു വരുന്ന ഒരുപാട് പ്രദേശങ്ങൾ ഇന്ന് ഉണ്ട്. അത് സാമാന്യ നല്ലൊരു വരുമാനവും കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ പ്രൊഡക്ഷൻ കൂടി കഴിയുമ്പോൾ അതിൻ്റെ വിലയിലും പലപ്പോഴും കുറവ് വരുന്നു, അല്ലെങ്കിൽ കർഷകർക്ക് കിട്ടുന്ന വിലയിൽ കുറവ് വരുന്ന സാഹചര്യം ഇവിടെയും സംജാതമാവുന്നുണ്ട്. അവിടെ കേന്ദ്രീകൃതമായ ഒരു ഇടപെടൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങൾ ആ ഒരു മേഖലയിൽ ഒരു പ്രൈസ് ഫിക്സേഷൻ നിലയിൽ കർഷകർക്ക് ഒരു കൃത്യമായ വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്ന നിലയിൽ മാറ്റിയെടുക്കാൻ സാധിക്കും. സംസ്ഥാനത്തെ ഏറ്റവും ലാഭകരമായ പൂന്തോട്ട പരിപാലന സംരംഭങ്ങളിലൊന്നായി റംബുട്ടാൻ കൃഷി ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ സാങ്കേതിക വിദ്യ സ്വീകരിക്കൽ, മൂല്യവർദ്ധനവ്, ബ്രാൻഡിംഗ്, വിപണി വികസനം, കയറ്റുമതി അവസരങ്ങൾ എന്നിവയിലൂടെ വിള മൂല്യ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതായിരുന്നു കോൺക്ലേവിന്റെ ലക്ഷ്യം. നൂതന കൃഷിരീതികൾ, മെച്ചപ്പെട്ട ഇനങ്ങൾ, വിള പരിപാലനം, കീടരോഗ നിയന്ത്രണം, വിളവെടുപ്പിന് ശേഷമുള്ള സംസ്കരണം, മൂല്യവർദ്ധിത ഉത്പന്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സെഷനുകൾ കോൺക്ലേവിൽ നടന്നു. റംബുട്ടാൻ ആൻഡ് മാംഗോസ്റ്റീൻ ഫാർമേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് MC സാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൃഷിമന്ത്രി T സിദ്ദിഖ്, N പ്രശാന്ത് IAS എന്നിവർ ഓൺലൈനിൽ ആശംസകൾ അറിയിച്ചു. റംബുട്ടാൻ കൃഷിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും മേഖലയ്ക്ക് പിന്തുണ നൽകിയവരെയും ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി ലിൻഡോ വർഗീസ്, ട്രഷറർ ബേബി പയ്യപ്പിള്ളി, വൈസ് പ്രസിഡന്റ് റോയി ജോസഫ്, സുബിൻ ജോസഫ്, ജിന്നറ്റ് മാത്യു എന്നിവർ കോൺക്ലേവിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.